ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സോളാർ പ്ലാന്റ് വീട്ടിൽ സ്ഥാപിച്ചവർക്ക് ഹൈ വോൾട്ടേജ് പ്രശ്നം ഉണ്ടാകുന്നതിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഹൈ വോൾട്ടേജ് വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് കംപ്ലൈൻ്റ് ആകുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരമായിട്ട് ഒരു ഹൈ വോൾട്ടേജ് കട്ട് ഓഫ് റിലേ ഞാൻ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചവർക്കും അല്ലാത്തവർക്കും വീട്ടിലെ ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, ഓവർലോഡ് എന്നിങ്ങനെ 3 തരത്തിലുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഡിവൈസ് എല്ലാവർക്കും വീട്ടിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഹോം മെക്കാനിക് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സാൻജോ ചെറിയാൻ. ഈ ഒരു റിലേ ഞാൻ DB ബോക്സിനകത്തായിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. DB ബോക്സിൽ ELCB, ഐസൊലേറ്റർ, MCB ഇവയ്ക്കൊപ്പം വയ്ക്കാവുന്ന രീതിയിലുള്ള അതിൻ്റെ കറക്റ്റ് അളവിലുള്ള ഒരു ഡിവൈസാണിത്. DB ബോക്സിൽ സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ബോക്സ് വെച്ചിട്ട് അതിനകത്ത് വയ്ക്കാവുന്നതാണ്. ഈ ഒരു റിലേ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന് നല്ലൊരു ഡിസ്പ്ലേ ഉണ്ട്. ഇതിനകത്ത് വോൾട്ടേജും ആംബിയറും ആ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള പ്രൊട്ടക്ഷനാണ് ഇതിന് കിട്ടുന്നത്. ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, ഓവർ കറണ്ട്. ഇത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ ഡയഗ്രാംസൊക്കെ അതിൻ്റെ കൂടെ തന്നെ അവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീറ്ററിൽ നിന്ന് വരുന്ന ഫേസും ന്യൂട്രലും ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാണ് വേണ്ടത്. ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ELCB അല്ലെങ്കിൽ ഐസൊലേറ്ററിലേക്ക് കൊടുക്കാം. ഇത്തരത്തിലുള്ള ഒരു റിലേയും ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റിലേ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ലോ വോൾട്ടേജ് വരുമ്പോൾ സപ്ലൈ കട്ടാക്കുന്നു. എന്നാൽ സ്റ്റെബിലൈസർ ഈ ഒരു കൂടിയ അല്ലെങ്കിൽ കുറഞ്ഞ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റെബിലൈസർ വാങ്ങുമ്പോൾ അതിൻ്റെ വിലയും അതിൻ്റെ സൈസും ഈ റിലേനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഇലക്ട്രിക്കൽ വയറിങ്ങൊക്കെ ചെയ്ത് പരിചയമുള്ള ആളുകളാണെങ്കിൽ നമുക്കത് സ്വന്തമായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടു കൂടി റിലേ ഫിറ്റ് ചെയ്യാം. എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ അതൊരു DB ബോക്സിനകത്ത് തന്നെ ഐസൊലേറ്ററിനൊപ്പമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഐസൊലേറ്ററാണ്, രണ്ടാമത്തേത് ELCB, മൂന്നാമത്തായിട്ടാണ് ഈ റിലേ വെച്ചിരിക്കുന്നത്. ആ മുകളിൽ കാണുന്ന ആ ഇൻപുട്ട് എന്ന് എഴുതിയിരിക്കുന്ന വശത്ത് കാണുന്ന 2 മഞ്ഞ വയർ മീറ്ററിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വയറാണ്. ആ ഫ്യൂസ് അഴിച്ചു വെച്ചിട്ട് നമുക്ക് ആ കണക്ഷൻ കൊടുക്കാം. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന 2 മഞ്ഞ വയർ നേരെ എടുത്ത് ഐസൊലേറ്ററിലേക്കും പിന്നെ അതിൽ നിന്ന് ESCB, MCB അങ്ങനെ പോകുന്നു. ഈ ഒരു റിലേയിലുള്ള സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ സെറ്റ് എന്നെഴുതിയിരിക്കുന്ന ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A1, A2, A3 എന്തെങ്കിലും മോഡുകൾ മാറി മാറി വരും. ഇതിൽ A1 എന്ന് പറയുന്നത് പവർ ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ഡിലേ ആണ്. പിന്നെ A2 എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ട്രിപ്പ് ആകുന്ന ഒരു വാല്യൂ ആണ്. ഇത് 230 മുതൽ 300 വരെ നമുക്ക് കൊടുക്കാം. A3 എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് റിക്കവറി വാല്യൂ ആണ്. അതായത് ഈ ഹൈ വോൾട്ടേജ് 260, 70 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ട്രിപ്പായിട്ട് പിന്നീട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 230 അല്ലെങ്കിൽ 240 ഒക്കെ ആകുമ്പോൾ ഇത് സപ്ലൈ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വാല്യൂ. A4 എന്ന് പറയുന്നത് ആ റിക്കവറി വാല്യൂ എത്തിക്കഴിയുമ്പോൾ അത് എത്ര സമയം ഹോൾഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഡിലേ ആണ്. ഇപ്പോൾ 240 വന്നു കഴിഞ്ഞാൽ 240 ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് സപ്ലൈ പുനരാരംഭിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അതാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ A5 എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് കട്ട് ഓഫ് വാല്യൂ ആണ്. A6 അതിൻ്റെ റിക്കവറി വാല്യൂ, A7 അതിൻ്റെ റിക്കവറി ഡിലേ, A8 ഹൈ ആംസിൻ്റെ കട്ട് ഓഫാണ്, A9 എന്ന് പറയുന്നത് ഹൈ ആംസിൻ്റെ റീസെറ്റ് വാല്യൂ, A10 എന്ന് പറയുന്നത് ഹൈ ആംബ് റീസെറ്റ് വാല്യൂയുടെ ഡിലേ ടൈമാണ്.